നിന്നെയും നിന്റെ അമ്മയും ഇവിടെ നിർത്തിയത് ഞാനാണ്. അപ്പോ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ നീ അത് പറയേണ്ടത് ആരോടാ? അത് ചെയ്യാതെ നീ വഴക്കിന് പോവാണോ? ഏട്ടത്തിക്കിപ്പോ എന്താ വേണ്ടത്? ഇവരെ രണ്ടുപേരെയും ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങും. അങ്ങനെ അവരെ പറഞ്ഞുവിടാൻ മാത്രം കുറ്റമൊന്നും അവർ ചെയ്തിട്ടില്ല. നീലിമയും അനസൂയയുമാണ് അങ്ങോട്ട് വഴക്കിന് ചെന്നത്. അല്ലയോ, അങ്ങനെ എന്റെ ഭാര്യ മോളെ കുറ്റം പറയണ്ട. ജോലിക്കാരികളെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം. എന്താ കുഞ്ഞോളെ, പഴയതൊക്കെ മറന്നോ നീ? പഴയതെന്തോന്നു? അതെ, കുഞ്ഞോൾക്ക് മനസ്സിലായി. ഇനിയും സംസാരിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി രമേ നീ. അതോ നിന്റെ ഭർത്താവിന്റെ തീരുമാനം തന്നെയാണോ നിനക്കും? എങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇറങ്ങാം. ഇവറ്റകളെയൊക്കെ ഇവിടെ ഓടിക്കാൻ പറ്റിയ സമയം ഇതാ. ശല്യവും തീരും, ഭദ്രേട്ടന്റെ കുത്തുവർത്തമാനം കേൾക്കേണ്ടിയും വരില്ല. രമയൊന്നും പറഞ്ഞില്ല. ഞാൻ ആലോചിച്ചിടത്തോളം ജയേട്ടൻ പറഞ്ഞത് തന്നെയാ ശരി. ഇവരെ പറഞ്ഞു വിടേണ്ട ഒരു തെറ്റും ഇവര് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. അമ്മയെ കുറ്റം പറഞ്ഞപ്പോ അവള് തല്ലുവെന്ന് പറഞ്ഞു. അതിലെന്താ തെറ്റ്? എന്തായാലും ഇവരെ എങ്ങോട്ടും പറഞ്ഞു വിടുന്നില്ല. ബാക്കിയൊക്കെ ഏട്ടത്തിയുടെ ഇഷ്ടം. ഇത് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ഒരു കുടുംബം പോലെയൊക്കെ കഴിയുമ്പോ അതിൽ ചില പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. അതിൽ ക്ഷമിക്കാവുന്നല്ലേ ഉള്ളൂ. അളിയോ, ഇതല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അതിപ്പോ വീണ്ടും ആലോചിച്ചപ്പോഴാ അതിന്റെ ഒരു വശം പിടികിട്ടിയേ. ഇരുഭാഗത്തും തെറ്റുണ്ട്. നീലുവിന്റെ എന്റെ മോളുടെയും കാര്യം ഞാൻ പറയാം. ഇവര് രണ്ടുപേരോടും ക്ഷമിച്ചിരിക്കുന്നു. എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ക്ഷമിക്കാൻ പറ്റുന്നൊന്നുമല്ല ഇവള് ഞങ്ങളെ പറഞ്ഞത്. ഇതിപ്പോ എല്ലാവരുടെയും കണ്ണിൽ ഞങ്ങൾ തെറ്റുകാരല്ലേ? രമ പറയാതെ പറഞ്ഞതും അത് തന്നെയാ. അതുകൊണ്ട് നിങ്ങൾ മുതലാളിമാരും ജോലിക്കാരും കൂടി ഇവിടെ അങ്ങ് കഴിഞ്ഞു. ഞങ്ങൾ പോയി തരാം.